സെയ്ഫ് അലി ഖാൻ എന്ന സിനിമാ നടൻ, വലിയ സിനിമാ നടനാണ് പോലും. എനിക്ക് ഈ സിനിമയെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നും പോരാ. പ്രത്യേകിച്ചും ഒരു 90കളുടെ ശേഷമുള്ള സിനിമകളെപ്പറ്റി ഒട്ടും ഗ്രാഹ്യമില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ സെയ്ഫ് അലി ഖാൻ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഭാര്യ കരീന കപൂർ, ഇവരൊക്കെ കൂടെ ബോംബെയിൽ വലിയ പോഷ് ഏരിയയിൽ, അവർക്ക് അവരുടേതായ പോഷ് ഏരിയ ഉണ്ട്. സിനിമാ താരങ്ങൾ, വലിയ പ്രമുഖ വ്യവസായികളൊക്കെ താമസിക്കുന്ന ബാന്ദ്ര, മലബാർ ഹിൽസ് എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലങ്ങളിൽ, അവിടെ 3 ഫ്ലാറ്റുകളിലായിട്ടാണ് ഇവർ താമസിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് 3 ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിൽ ഒരു ദിവസം രാത്രി 1:30 മണിയായി കഴിഞ്ഞപ്പോൾ ഒരു കള്ളൻ കയറുന്നു. അയാൾ 1 കോടി രൂപ ചോദിക്കുന്നു. ഉന്തും തള്ളും ബഹളവും നടക്കുന്നു. സെയ്ഫ് അലി ഖാൻ 6 കുത്തേൽക്കുന്നു. മുറിവൊന്നുമല്ല, കുത്താണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കത്തിയെന്നോ അല്ലെങ്കിൽ വാളെന്നോ പറയാവുന്ന ആയുധം കൊണ്ട് ഈ മനുഷ്യനെ മുറിവേൽപ്പിച്ചിട്ട് കള്ളൻ കടന്നു കളയുന്നു. വലിയ ബഹളമായി. സിനിമാ താരമാണല്ലോ. ഇതിൻ്റെ CCTV, ഇയാൾ ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യം ഉണ്ട്. അത് വെച്ചിട്ട് അന്ന് തന്നെ ബോംബെ പോലീസ് 1800 CCTVകൾ അവിടെ പരിശോധിച്ചിട്ട് പ്രഭാദേവി എന്ന സ്ഥലത്ത് വെച്ച്, അത് ബോംബെയിൽ തന്നെയാണ്, സിറ്റിയിലാണ്, അവിടെ വെച്ചിട്ട് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ പറയുന്നു അയാളല്ല എന്ന് പറഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് വേറൊരാളിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതല്ല, ഇയാൾ തന്നെയാണ് എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞ് വല്ലാത്ത കൺഫ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബംഗ്ലാദേശി പൗരൻ ആണ് എന്ന് ഉറപ്പിച്ച് പോലീസ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സംശയങ്ങൾ വന്നു. കാരണം സെയ്ഫ് അലി ഖാൻ 6 കുത്ത് കൊണ്ടു. അതിനകത്ത് ഒരു കുത്ത് നട്ടെല്ലിൻ്റെ തൊട്ടടുത്തായിട്ടാണ്, പുറത്ത്. അതിലൊരു 2.5 ഇഞ്ച് ആഴവുമുണ്ട്. ബട്ട് ഇദ്ദേഹം ഒരു സിംഹത്തെ പോലെ നടന്ന് ആശുപത്രിയിൽ വന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ഒരു ഏകദേശം സ്ലോ മോഷനിൽ അങ്ങനെ നടന്നു. ഇങ്ങനെ കുത്തൊക്കെ കൊണ്ട ആളിന് അങ്ങനെ നടക്കാൻ പറ്റില്ല. മാത്രമല്ല 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന പോലെ കൈയൊക്കെ വീശിയിട്ട് ഇറങ്ങിയും പോയി. അപ്പോൾ തന്നെ ആളുകൾക്ക് സംശയമായി. ഹോസ്പിറ്റലിലെ റെക്കോർഡ് പുറത്തു വിടണമെന്നായി. റെക്കോർഡ് പുറത്തു വിട്ട് കഴിഞ്ഞപ്പോൾ സെയ്ഫ് അലി ഖാനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഏർലി മോർണിംഗ് 4:10-നാണ്. അപ്പോൾ 2 മണിക്ക് കുത്തുകൊണ്ട ആൾ 4:10 വരെ എന്ത് ചെയ്യുമായിരുന്നു? നാനാവതി ഹോസ്പിറ്റലിലാണ് ഇദ്ദേഹം അഡ്മിറ്റായത്. ഫ്ലാറ്റിൽ നിന്ന് നാനാവതി ഹോസ്പിറ്റലിലേക്ക് കഷ്ടിച്ച് 10 മിനിറ്റ് കാർ ഓടിച്ചാൽ മതി. ഇതിൻ്റെ ഒക്കെ രസം, സെയ്ഫ് അലി ഖാൻ വന്നത് ഓട്ടോറിക്ഷയിലാണ്. ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ തൈമൂർ. തൈമൂർ എന്നൊക്കെ പേരിടുക എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു ഭീകരാവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ഭൂലോകത്തെ ഏറ്റവും ക്രൂരനായ ഒരു മുസ്ലിം ആക്രമണകാരിയായിരുന്നു തൈമൂർ. ഇന്ത്യയിൽ വന്ന് ഒരുപാട് പേരെ കൊല്ലുകയും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരുത്തുകയും ചെയ്ത മഹാദുഷ്ടൻ. ആ ദുഷ്ടൻ്റെ പേരാണ് ഒരു വാശിക്കുന്ന പോലെ സെയ്ഫ് അലി ഖാൻ മകന് ഇട്ടിരിക്കുന്നത്. ഈ 7-8 വയസ്സുള്ള മകൻ അച്ഛനെയും കൂട്ടി പുറത്ത് റോഡിൽ വന്ന് കൈ കാണിച്ചൊരു ഓട്ടോറിക്ഷ നിർത്തി ഇയാളെ നാനാവതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് കഥ. ആ ഓട്ടോറിക്ഷക്കാരനെ എല്ലാവരും കൂടെ ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ സംഭവം വീണ്ടും കുഴപ്പത്തിലായി. സെയ്ഫ് അലി ഖാന് 3 കാറുണ്ട്. കുറഞ്ഞ പക്ഷം ആ സമയത്ത് 3 കാറുണ്ട്. അതിൻ്റെ ഡ്രൈവർമാർക്കും താമസിക്കാൻ അവിടെ തന്നെ ഏർപ്പാടുണ്ട്. ഇവരൊക്കെ എവിടെ പോയിരുന്നു? സെയ്ഫ് അലി ഖാൻ്റെ സ്റ്റാഫ് തന്നെ അദ്ദേഹം താമസിക്കുന്നതിൻ്റെ താഴത്തെ ഫ്ലോറിലോ മുകളിലത്തെ ഫ്ലോറിലോ ഉണ്ട്. അവരൊക്കെ ആണുങ്ങളാണ്. അവരെ ആരെയും വിളിച്ചില്ല. കരീന കപൂർ പറയുന്നത് ഞാൻ പേടിച്ചിട്ട് ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് ഓടി എന്നാണ്. കരിഷ്മ കപൂറിൻ്റെ ഫ്ലാറ്റിലേക്ക് ഓടി. ഭർത്താവിന് മുറിവ് പറ്റിയാൽ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാതെ, പോലീസിനെ വിളിക്കാതെ, ഒന്നും ചെയ്യാതെ ഓടി ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് കയറി അനിയത്തി. ശരി, നമുക്കത് മനസ്സിലാക്കാം. അനിയത്തിക്ക് പേടിച്ചു പോയി. അവിടെയുള്ള ബാക്കിയുള്ളവരെന്ത് ചെയ്യുകയായിരുന്നു? അവിടുത്തെ അടുക്കളക്കാരിയോടാണ് ഇയാൾ ആദ്യം കയറി ചെന്നിട്ട് 1 കോടി രൂപ വേണം എന്ന് പറയുന്നത് കത്തി കാണിച്ചിട്ട്.
ഇപ്പോൾ സാധാരണഗതിയിൽ കത്തി കാണിച്ചു കഴിഞ്ഞാൽ അയ്യോ പൊത്തൊന്ന് പറഞ്ഞ് നിലവിളിക്കുമല്ലോ. ഈ നിലവിളിച്ചില്ല. സൈഫ് അലി ഖാൻ ഒച്ച വെച്ചില്ല. സൈഫ് അലി ഖാൻ്റെ ഭാര്യ കരീന കപൂർ ഒച്ച വയ്ക്കുന്നില്ല. പോലീസിനെ വിളിക്കുന്നില്ല. എന്തിന് ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയെ പോലും വിളിക്കുന്നില്ല. സെക്യൂരിറ്റി കടന്ന് ഈ മനുഷ്യനകത്തേക്ക് വന്നത് എങ്ങനെയാണ് അതും മനസ്സിലാവുന്നില്ല. എറണാകുളത്തെ ഒരു സാധാരണ ഫ്ലാറ്റിൽ നിങ്ങൾ പോവുക, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും. അയാളുടെ അടുത്ത് പട്ടാൻ കടിച്ചാലേ അയാൾ അകത്തേക്ക് വിടുകയുള്ളൂ. ആരെ കാണാൻ വന്നു എന്ന് ചോദിക്കുക, അയാളുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കുക. ആ മൊബൈൽ നമ്പറിൽ നിന്ന് അയാൾ അകത്തേക്ക് വിളിക്കും. സാർ ഇങ്ങനെ ഒരു മോഹൻദാസ് എന്ന് പറഞ്ഞ് ഒരു കോഞ്ഞ മനുഷ്യൻ വന്ന് നിൽക്കുന്നു, കയറ്റി വിടണോ ഈ കച്ചറയെ? അയ്യോ കയറ്റി വിട്ടോ, അങ്ങേര് മാന്യനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ അകത്തേക്ക് വിടുകയുള്ളൂ. ഇത് സത്യമല്ലേ? ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് സൈഫ് അലി ഖാൻ്റെ വീട്ടിലേക്ക് ചുമ്മാ ഒരു കള്ളൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. സെക്യൂരിറ്റി അറിയുന്നില്ല, ആരും അറിയുന്നില്ല. കോണിപ്പടിയിലുള്ള ഒരു CCTVയിൽ മാത്രമാണ് ഇയാൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരേ ഒരു ദൃശ്യം ഉള്ളത്. ഇത് ഇത്രയും കാര്യം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമോ? എന്തൊക്കെയോ ഇതിൽ കുഴപ്പമുണ്ട്. അപ്പോൾ ആ കുഴപ്പം എന്താണ് എന്നന്വേഷിച്ചാണ് ഇപ്പോൾ ജനങ്ങളുടെ പോക്ക്. ആ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ 1500 കോടി രൂപയുടെ വസ്തുക്കൾ മധ്യപ്രദേശിൽ സൈഫ് അലി ഖാൻ ഉണ്ട് പോലും. ആ വസ്തുക്കൾ സർക്കാർ കണ്ടുകെട്ടാൻ ഹൈക്കോടതി ഉത്തരവായി. ഇതിന് കാരണം ഇത് എനിമി പ്രോപ്പർട്ടിയാണ്. എനിമി പ്രോപ്പർട്ടി എന്താണ് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. ഭാരതവും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി. ഒരുപാട് പേര് പോയി. കേരളത്തിൽ നിന്നും പോയവരൊക്കെ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്ന് അങ്ങനെയല്ല, ധാരാളം പേര് പോയി. ഈ പോയവരുടെ പ്രോപ്പർട്ടി ഇവിടെയുണ്ടല്ലോ. പോയവരുടെ പ്രോപ്പർട്ടി സർക്കാരിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവാക്വി പ്രോപ്പർട്ടി ആക്ട് പാസ്സാക്കി സർക്കാർ 1947 തന്നെ. അങ്ങനെ ഈ പാകിസ്ഥാനിലേക്ക് പോയവരുടെ ഭൂമിയും മറ്റ് വസ്തുക്കളും എല്ലാം സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ സർക്കാരിലേക്ക് ചെന്ന് ചേരും എന്ന് പറഞ്ഞിട്ടാണ് ആക്ട് പാസ്സായെങ്കിലും ആരും അത് ഗൗരവമായിട്ടൊന്നും എടുത്തില്ല. എല്ലാം തോന്നിവാസം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത ആക്രമണം വന്നു. 1965 പാകിസ്ഥാനുമായിട്ട് നമ്മളുടെ യുദ്ധം നടന്നു. അതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ അന്നും ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആൾക്കാർ പാകിസ്ഥാനിലേക്ക് ചാടുക, ഇന്ത്യ ഇപ്പോൾ തോറ്റു പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിന്? 1962 ചൈനീസ് യുദ്ധകാലത്തുണ്ടല്ലോ, ഇവിടുത്തെ കുറേ അധികം IASകാരും മറ്റും ചൈനീസ് ഭാഷ പഠിക്കാൻ തുടങ്ങി. കാരണം ചൈന ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കും. അപ്പോൾ ചൈനയുടെ കീഴിൽ നമുക്ക് പിടിച്ച് നിൽക്കണമല്ലോ. അതുകൊണ്ട് ചൈനീസ് ഭാഷ പഠിച്ചു തുടങ്ങിയ ബ്യൂറോക്രാറ്റ്സ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരൊക്കെ ഇപ്പോൾ നന്നായിട്ട് മരിച്ചുപോയി കാണും. ഏതായാലും അതൊക്കെയാണ് ഇന്ത്യയുടെ ആത്മബലം അന്ന്. അപ്പോൾ 1968 എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇന്ദിരാഗാന്ധി ആക്ട് പാസ്സാക്കി വളരെ സ്ട്രിക്റ്റായിട്ട് ഇതുപോലെ പോയവരുടെയൊക്കെ സ്ഥലങ്ങൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടണം എന്ന് പറഞ്ഞ് ഉത്തരവായി. എന്നിട്ടും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നില്ല. അങ്ങനെ വർഷങ്ങളങ്ങ് പോയപ്പോഴാണ് നമ്മളുടെ നരാധമനും നരഭോജിയും ഒക്കെയായ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം ഇത് സീരിയസ് ആയിട്ട് എടുത്തു. ഈ ഭൂമിയൊക്കെ ഇങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ആക്ഷൻ എടുക്കാൻ തുടങ്ങി. അതിൽ പട്ടോഡിയുടെ ഭൂമിയും പെട്ടു. ഭോപ്പാലിലെ 1500 കോടി രൂപ വില വരുന്ന 600 ഏക്കർ സ്ഥലം. ഇത് പട്ടോഡിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മൂമ്മ വഴിക്ക് കിട്ടിയതാണ്, അച്ഛൻ വഴിക്കല്ല. പട്ടോടി ഫാമിലി ഹരിയാനക്കാരാണ്. ഹരിയാനയിൽ അന്ന് ഇന്ത്യയിലെ അവസ്ഥ അറിയാമല്ലോ, 10-25 ഏക്കർ മാത്രം ഭരിക്കുന്ന ഇടപ്രഭുക്കന്മാർ, നാട്ടുരാജാക്കന്മാർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ രാജാവാണ്, നവാബാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ അവരുടെ ഭരണം ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു രാജാവായിരുന്നു, നവാബായിരുന്നു ഹരിയാനയിൽ ഈ പട്ടോടി കുടുംബം. പട്ടോടി എന്ന സ്ഥലം, അതൊരു സ്ഥലപ്പേരാണ്. പട്ടോടി എന്ന കൊച്ചു സ്ഥലത്തെ നവാബ്. ഈ നവാബ് ഭോപ്പാലിലുള്ള ഒരു നവാബിൻ്റെ മകളെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിൽ ഉണ്ടായ മകനാണ് മൻസൂർ അലി ഖാൻ പട്ടോടി, നമ്മുടെ ക്രിക്കറ്റുകാരൻ, ഷർമിള ടാഗോറിൻ്റെ ഭർത്താവ്.
അതിലുണ്ടായ മകനാണ് സെയ്ഫ് അലി ഖാൻ. ആ വഴിക്കാണ് ഈ ഭൂമി സെയ്ഫ് അലി ഖാൻ്റെ കയ്യിൽ എത്തിയത്. അപ്പോൾ ഇത് എനിമി പ്രോപ്പർട്ടി ആയതെങ്ങനെയാണ്? എനിമി പ്രോപ്പർട്ടി ആയതെന്ന് വെച്ചാൽ സെയ്ഫ് അലി ഖാൻ്റെ അമ്മൂമ്മ, അവർ 3 പേരാണ്. ആബിദ സുൽത്താൻ, സാജിദ സുൽത്താൻ, റാബിയ സുൽത്താൻ. അതിൽ ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് പോയി കല്യാണം കഴിച്ച് പോയതാണ്. അപ്പോൾ എന്തായി? ആബിദ സുൽത്താൻ്റെ പ്രോപ്പർട്ടി എനിമി പ്രോപ്പർട്ടിയായി. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആബിദ സുൽത്താൻ്റെ വസ്തുവും കൂടെ ഞങ്ങൾ അനന്തരാവകാശികളാണ്, പിന്തുടർച്ചാവകാശികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആബിദ സുൽത്താൻ്റെ അനിയത്തി സാജിദ സുൽത്താനും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങ് എടുത്തു. ഇതാണ് ഈ 1500 കോടി രൂപയുടെ പ്രോപ്പർട്ടി. ഇത് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ പലരും ഈ കള്ളത്തരമൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഈ പോയ ആളിൻ്റെ ഭൂമിയല്ലേ സർക്കാരിന് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പോയ ആളിൻ്റെ മക്കളുടെ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് സങ്കല്പിച്ചുകൊണ്ട് മക്കളിത് വീതിച്ചെടുത്തിട്ട് റെക്കോർഡായി രജിസ്റ്റർ കച്ചേരിപ്പ് എല്ലാം ചെയ്ത് അങ്ങ് തീർത്തു. സർക്കാർ ഉറങ്ങിക്കിടക്കുന്നു. മോദി പറഞ്ഞു അതൊന്നും പറ്റില്ല, ഇതൊക്കെ ഈ നടത്തിയിരിക്കുന്ന ക്രയവിക്രയങ്ങളൊക്കെ കൃത്രിമമാണ്, അത് ചെയ്തുകൂടാ. കേസ് മധ്യപ്രദേശ് ഹൈക്കോടതിയിലെത്തി. മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞു ഇത് സെയ്ഫ് അലി ഖാൻ്റെ അല്ല, ഇത് എനിമി പ്രോപ്പർട്ടിയാണ്. പക്ഷേ എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻ, സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനാണ് കസ്റ്റോഡിയൻ. അയാളാണ് ഇതുപോലത്തെ എനിമി പ്രോപ്പർട്ടിയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. അയാളുടെ അടുത്ത് പോയി നിങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അയാളുടെ തീരുമാനം ഫൈനലായിരിക്കും എന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി വിധിച്ചു. ഈ സമയത്താണ് സെയ്ഫ് അലി ഖാൻ കുത്തേൽക്കുന്നത്. ഇപ്പോൾ ഈ 2 സംഭവം തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ 1500 കോടി രൂപയുടെ പ്രോപ്പർട്ടി, അത് എനിമി പ്രോപ്പർട്ടി, അത് ഒരു മുസ്ലിം വിരുദ്ധ നിയമമാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കിയൊരു കുത്തുകേസാണ് സെയ്ഫ് അലി ഖാൻ്റെ എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അത് ക്ലിക്ക് ചെയ്യുകയും ചെയ്തു കേട്ടോ, പക്ഷേ വലുതായിട്ടങ്ങ് ക്ലിക്ക് ചെയ്തില്ല. കേരളത്തിൽ ഒരു മാധ്യമം ഇതിൽ കൊത്തി, അതാണ് മീഡിയ വൺ. മീഡിയ വൺ എനിമി പ്രോപ്പർട്ടി ആക്ടിനെ പറ്റി ചർച്ച ചെയ്യുകയും എങ്ങനെയാണ് എനിമി പ്രോപ്പർട്ടി, ഭാരതത്തിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ അവർ പാകിസ്ഥാനികളാവുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെയൊക്കെ വലിയ ചർച്ച സംഘടിപ്പിച്ചെങ്കിലും കാര്യം അത്ര വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയില്ല. പക്ഷേ ഒരു ദിവസം ഇതേ ചൊല്ലി വലിയ ബഹളം നടക്കും. അതുകൊണ്ട് പ്രാഥമികമായിട്ട് നിങ്ങളെ ഈ കാര്യം അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് സ്വർഗരാജ്യം തേടി ഓടിപ്പോയവരുടെ വസ്തുവകകൾ, അത് ഭാരതത്തിൻ്റെ സർക്കാരിൻ്റെ വകയായിരിക്കും. അനന്തരാവകാശി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അയൽവക്കത്ത് ആൾതാമസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്താണെങ്കിലും ഓടിപ്പോയവൻ്റെ ഭൂമി സർക്കാർ ഭൂമിയാണ്. ഇതാണ് എനിമി പ്രോപ്പർട്ടി ആക്ട്. ഈ ആക്ട് 1947 ഇവാക്വി പ്രോപ്പർട്ടി ആക്റ്റായിരുന്നു. 68 എനിമി പ്രോപ്പർട്ടി ആക്റ്റായി. സകല സർക്കാരുകളും ഉറങ്ങിക്കിടന്നിരുന്നു. 10,000-കണക്കിന് ഏക്കർ ഭൂമിയും സ്ഥാവരജംഗമ, സ്വർണം, അത് ഇത്, കൊട്ടാരം, എന്തൊക്കെയുണ്ടെന്നറിയാമോ? വലിയ വലിയ കൊട്ടാരങ്ങൾ, ഹോട്ടലുകളൊക്കെയാണ് സെയ്ഫ് അലി ഖാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്തിൻ്റെ പേരിൽ? പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയ തൻ്റെ അമ്മൂമ്മയുടെ ചേച്ചിയുടെ സ്വത്ത് തൻ്റേതാണെന്നുള്ള അവകാശം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അങ്ങ് വാഴുകയാണ്. എത്ര വർഷമായി? മൻസൂർ അലി ഖാൻ പട്ടോടിയും ഇതനുഭവിച്ചു. മൻസൂർ അലി ഖാൻ പട്ടോടിയൊക്കെ വലിയ നവാബ് പട്ടോടി എന്ന് പറഞ്ഞ് കിരീടം വയ്ക്കാത്ത രാജാവല്ലായിരുന്നു. ക്രിക്കറ്റിൽ മാത്രമല്ല, ക്രിക്കറ്റിന് പുറത്തും. സിനിമാ നടിയായ ഷർമിള ടാഗോറിനെ കല്യാണം കഴിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ കപൂർ ഫാമിലി അവരെന്ത് കണ്ടിട്ടാണ് ഈ സെയ്ഫ് അലി ഖാനിന് 3ാം ഭാര്യയായിട്ട് ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തതെന്ന് എനിക്കറിയാമില്ല. അവരും സിനിമാ നടിയാണ്. ഇങ്ങനെ വൻകിട ഫാമിലികളൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കുക, ഇതുപോലത്തെ തരികിടയിലും ഒക്കെ പെട്ട് ഈ വസ്തുക്കളുമൊക്കെ സംഘടിപ്പിച്ച് സന്തോഷമായിട്ട് 2-3 ഭാര്യമാരെ കെട്ടി ജീവിക്കുക. മുസ്ലിമാണ് 3-4 ഭാര്യയൊക്കെ കെട്ടാം. ഇങ്ങനെയാണ് സെയ്ഫ് അലി ഖാൻ്റെ ജീവിതം. അപ്പോൾ നാളെ ഒരു കാലത്ത് ബഹളം നടക്കുമ്പോൾ എന്താ ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. ഇതാണ് എനിമി പ്രോപ്പർട്ടി ആക്ട്. ഇതനുസരിച്ചാണ് ഭാരത സർക്കാർ ഇപ്പോൾ ഓരോ സ്ഥലമായിട്ട് തിരിച്ചു പിടിക്കുന്നത്. വഖഫ് മാത്രമല്ല, തട്ടിപ്പുകൾ വേറെയുമുണ്ട് എന്ന് സാരം. താങ്ക് യു.